ആഗ്രഹം, ആത്മവിശ്വാസം, സ്ഥിരമായ ഉത്സാഹത്തോടു കൂടിയുള്ള പരിശ്രമം, ഇവ മൂന്നുമുണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് എന്തും സാധിക്കും എന്നുള്ളത് പ്രപഞ്ചത്തിന്റെ നിയമം തന്നെയാണ്. മഹാത്മാക്കൾ മാത്രമല്ല, നമ്മളെ പോലുള്ള സാധാരണക്കാർക്കും അത് അംഗീകരിക്കാവുന്ന അല്ലെങ്കിൽ അനുസരിക്കാവുന്ന ഒരു പ്രവണത തന്നെയാണ്. ഉദാഹരണമായി ഹെൻറി ഫോർഡ് തന്റെ ആദ്യത്തെ മോട്ടോർ കാർ നിർമ്മിച്ചു കഴിഞ്ഞപ്പോൾ ആ കാറ് മോട്ടോർ വെച്ച് ഓടുവാൻ തുടങ്ങിയപ്പോൾ സന്തോഷം കൊണ്ട് ഒരു ഭ്രാന്തനെ പോലെ അദ്ദേഹം അവിടെയെല്ലാം ഓടി നടന്നു എന്നാണ് പറയുന്നത്. അത്തരത്തിൽ തന്നെ ഗലീലിയോ ഭൂമി അന്ധകാരവൃതമാണെന്നും അത് സൂര്യനെ ചുറ്റിത്തിരിയുകയാണെന്ന് ഉള്ള കാര്യം ആദ്യമായിട്ട് ലോകത്തോട് വിളിച്ചു പറഞ്ഞപ്പോൾ അന്നോളമുള്ള കണ്ടുപിടുത്തങ്ങളിൽ നിന്ന്, അന്നോളമുള്ള വിശ്വാസങ്ങളിൽ നിന്നെല്ലാം ഏറെ വിഭിന്നമായിരുന്നു അത് എന്നുള്ളതിനാൽ തന്നെ അദ്ദേഹത്തിനെ വല്ലാതെ പീഡിപ്പിക്കപ്പെട്ടു, വല്ലാതെ പരിഹസിക്കപ്പെട്ടു. കൊളംബസ് ഇന്ത്യ കണ്ടുപിടിക്കുവാൻ വേണ്ടിയിട്ട് പടിഞ്ഞാറേ സമുദ്രം വഴി സഞ്ചരിച്ചപ്പോൾ കൂടെ കൂടിയ വ്യക്തികൾ പോലും ആ ഭ്രാന്തൻ നിമിഷത്തെ ചൊല്ലി പരിതപിക്കുകയാണ് ചെയ്തത്. കൊളംബസിനെ കടലിലെറിഞ്ഞ് കൊന്നാലോ എന്നുവരെ അവർ സംശയിച്ചു. പക്ഷേ കൊളംബസ് തന്റെ ഉത്തമമായ വിശ്വാസത്തിൽ, വലിയ ആഗ്രഹത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ആത്മവിശ്വാസത്തോടു കൂടി അതിലെത്തിച്ചേരുക തന്നെ ചെയ്തു. പക്ഷെ കണ്ടെത്തിയത് ഇന്ത്യയല്ല, അമേരിക്കയായിരുന്നു എന്ന വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത്തരത്തിൽ തന്നെ ഇന്ത്യയിൽ മഹാത്മാഗാന്ധിജി അക്രമരാഹിത്യത്തോടുകൂടി അഹിംസ എന്ന പ്രസ്ഥാനത്തിൽ ഉറച്ചു പിടിച്ചുകൊണ്ട് സ്വാതന്ത്ര്യം നേടിത്തന്നപ്പോൾ അന്നും ഒരുപാട് വ്യക്തികൾ അതിനെപ്പറ്റി സംശയദൃഷ്ടിയോടുകൂടി തന്നെയാണ് നോക്കിക്കണ്ടത്. പക്ഷേ മഹാത്മാക്കൾ എല്ലാവരും തന്നെ ഇത്തരത്തിലുള്ള വലിയ ആഗ്രഹത്തിൽ ഉറച്ചു നിന്നുകൊണ്ട്, വലിയ ഉത്തമമായ വിശ്വാസത്തോടുകൂടി, വലിയ ആത്മവിശ്വാസത്തോടുകൂടി, വലിയ ആത്മധൈര്യത്തോടുകൂടി സ്ഥിരമായ പരിശ്രമങ്ങളിലൂടെ പ്രപഞ്ചത്തിന്റെ പ്രാപഞ്ചികമായ ഈ നിയമങ്ങൾക്ക് വിധേയമാകുകയാണ് ചെയ്തത്. ഇത്തരത്തിൽ പ്രാപഞ്ചികമായ ഈ നിയമത്തിന് വിധേയമാക്കിക്കൊണ്ട് തന്നെയാണ് അവർ നേടിയിട്ടുള്ള എല്ലാ മഹത്തായ വിജയങ്ങളും. നമ്മളെ പോലുള്ള സാധാരണക്കാർക്കും ഇത് ബാധകമാണ്. പക്ഷെ ഒരു കാര്യം മാത്രമേ നാം തിരിച്ചറിയേണ്ടുന്നു, ഇതെല്ലാം ഉണ്ടാകുന്നത് നമ്മുടെ മനസ്സിൽ നിന്ന് തന്നെയാണ്. ഈ വലിയ ആഗ്രഹം, ഉറച്ച ആത്മവിശ്വാസം, കഠിനമായ പ്രയത്നം, കഠിനമായ സ്ഥിരോത്സാഹത്തോടു കൂടിയുള്ള പരിശ്രമം, ഇവയെല്ലാം നമുക്ക് നമ്മുടെ മനസ്സിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഈ അത്ഭുതം വ്യക്തമായാൽ, ഈ അത്ഭുതം മനസ്സിലാക്കിയാൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം തന്നെ ഒരു അത്ഭുതമാക്കി നമുക്ക് മാറ്റാൻ കഴിയും.